ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ രാവിലെ സുബഹിക്ക് മുന്നേ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല. മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരൊന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇട ദിവസങ്ങളിൽ അവർ ഇങ്ങനെ രാവിലെ പോവും, സുബഹിക്ക് പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറി മുട്ടക്കറി ഉണ്ടാക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കണം. ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. പിന്നെ എല്ലാ ദിവസവും വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. 2025 വരെ വന്നതോടുകൂടി ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ മൊത്തത്തിൽ പ്ലാനെല്ലാം മാറിപ്പോയി. വിചാരിച്ച പോലെയല്ലല്ലോ ലൈഫ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം മനസ്സിന് ഒരു സുഖക്കുറവ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും ഒരു മൂഡ് കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്ക് പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെറിയ തിരക്കുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ റമദാനായി, ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയൊക്കെ സീരിയസ് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്, ഈസിയാണ്. അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ, ഇവിടെ എരിവ് അധികം പറ്റില്ല. പിന്നെ ഒരു 5-8 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതിനിടയിൽ ഞാൻ ദോശയ്ക്ക് വേണ്ടി അരി അരച്ചെടുത്തിട്ടുണ്ട്. ദോശയും ചുടുന്നുണ്ട് കേട്ടോ. ചൂട് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത സവാളയും കാഷ്യൂനട്ടും അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ സവാള വഴറ്റിയ ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ അത് മക്കളൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അവരും ഞാനെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവരത് സ്കൂളിലേക്ക് പോയി. മോള് റെഡി ആയിട്ടുണ്ട്. അവളെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും വീടും മാത്രമായി. ഞാൻ പുറത്തൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു. തെങ്ങിനും കവുങ്ങിനും എല്ലാം വെള്ളം നനക്കലുണ്ട് ഇടയ്ക്ക്. പിന്നെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ചു. മൊത്തത്തിലൊന്ന് ക്വിക്കായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ടേ. ഇവിടെ മക്കളുടെ റൂമിലാണെങ്കിൽ പോകുന്ന സമയത്ത് എല്ലാം ഷെൽഫൊക്കെ തുറന്നിട്ടിട്ടുണ്ടാവും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു, ഒക്കെ ഒന്ന് ക്ലീനാക്കി കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിലൊന്നും കാര്യമായിട്ട് വൃത്തിയിടൊന്നും ഇല്ല. തലേദിവസമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. പിന്നെ അത് കിച്ചണിലേക്ക് കയറി. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് മുന്നേ എനിക്ക് കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി തട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മണി പ്ലാന്റ് ഞാനിവിടെ മാറ്റി നട്ടതായിരുന്നു. ആദ്യം ഉണ്ടായതൊന്ന് മാറ്റി നട്ട് നോക്കിയതാണ്. ചെറുതായിട്ട് ലീഫും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പൊടിയൊക്കെ തുടച്ച് ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ലീഫ് നന്നായിട്ടിരിക്കും. നല്ലൊരു കളറല്ലേ, നല്ലൊരു ഗ്രീൻ കളറാണ്. യെല്ലോ ടച്ച് വരുന്ന ആ ഒരു ഗ്രീൻ കളറാണ്. അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അതിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് മോശമായി പോവും. തീരെ ശ്രദ്ധിക്കാതെ ഇരുന്നാലും മോശമാവും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. മണി പ്ലാന്റ് പൊതുവേ അങ്ങനെയല്ലേ. അപ്പോൾ അവിടുത്തെ പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉച്ചക്കേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കലാണ്.
അപ്പോൾ കുക്കിംഗ് ആണെങ്കിലും നമ്മൾ വീട്ടിലെ ജോലിയാണെങ്കിലും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് തലേദിവസം കട്ട് ചെയ്യാനും തൊലി കളഞ്ഞ് വെക്കാനുള്ളതൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം കറി വെക്കാനും ഈസി ആയിരിക്കും, മടിയില്ലാണ്ട് വേഗം ചെയ്ത് തീർക്കാം. അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ റീലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നല്ല ഈസി ആയിട്ടൊരു മെത്തേഡിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഷോർട്ടായിട്ടും റീലായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അകത്തെ ഒന്ന് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബീഫ് ഒന്ന് റെഡിയാകുന്ന സമയത്ത് ഞാനതൊന്ന് വേഗം ചെയ്യലാണേ. ജസ്റ്റ് പൊടി മാത്രമേ ഉള്ളൂ, അതൊന്ന് ജസ്റ്റ് അടിച്ചു വാരല. ഇപ്പോൾ കാറ്റുള്ള സമയമായതുകൊണ്ട് നല്ല പൊടിയാട്ടോ അകത്ത്. ഡെയിലി ഈ അടിക്കലും തുടക്കലും ഒക്കെ ചെയ്തില്ലെങ്കിൽ നല്ല പൊടിയായിട്ട് ഇങ്ങനെ കാണും. പിന്നെ അതിനിടയിൽ ഞാനത് ആ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പണീൻ്റെ ഇടയ്ക്ക് അതൊക്കെ മറന്നു പോകില്ല. പക്ഷേ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ഉന്മേഷം ഉള്ളതുപോലെ നമുക്ക് തോന്നും. വെള്ളം ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അതിനിടയിൽ ഞാൻ ബീഫ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രിയിലേക്ക് ബീഫ് കറി ഉണ്ടായതുകൊണ്ട് തന്നെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതാ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പൊറോട്ട കിട്ടും കേട്ടോ. പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കാനും ചെറുതായിട്ടൊന്ന് ഒരുങ്ങാനും ഒന്നും വിട്ടു പോകരുത്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമല്ലേ. നമ്മൾ സെൽഫായിട്ടുള്ളൊരു കെയർ പോലെയാണത്. നമ്മൾ നിർബന്ധമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കൂ. നമ്മളെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പലരും വിട്ടു പോകുന്ന കാര്യമാണ്. അപ്പം ഞാനതാ ചോറ് കഴിക്കുന്നത്. ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബീഫ് കറി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വെജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കക്കിരി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാണ്. ചോറ് കഴിക്കലെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് സമയം എനിക്ക് ഫോണിൽ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഒന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്യാം. പിന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടാവും. അങ്ങനെയൊക്കെ ഈ ടൈം ഞാൻ ഉപയോഗിക്കും. പിന്നെ ഈവനിങ്ങിലേക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കിയെന്ന് കേട്ടോ. അത് മുട്ട വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു പപ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതെന്തായാലും പോസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം മക്കൾ വരാനായി. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇപ്പം മോളെ ബസ്സാണ് വരുന്നത്. മോളെ കൂട്ടാൻ വേണ്ടി റോഡരികിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്